The fact the NHS is recruiting more hospital doctors and nurses will help, but to deliver 40,000 extra appointments, Labour will have to persuade those staff to work less social hours and pay them accordingly. Given ongoing pay disputes and burnout amongst NHS staff, that's easier said than done. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആയിരക്കണക്കിന് നേഴ്സസാണ് UK-ലെ NHS റിക്രൂട്ട്മെൻറ്റുകൾ എന്ന് റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് UK-ലെ NHS റിക്രൂട്ട്മെൻറ്റുകൾ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ 1-2 കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴിവിടുത്തെ ഭരണകക്ഷിയായിരിക്കുന്ന ടോറി ഗവൺമെൻറ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഏകദേശം 50,000-ഓളം നേഴ്സസിനെ ഇവിടെ റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവരൊരു 55,000-ഓളം ന്യൂ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി നേഴ്സസ് UK-യിലേക്ക് വന്നു. അപ്പോൾ അവർ അടുത്ത ഒരു ഇലക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് നെറ്റ് ഇമിഗ്രേഷൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോഴ് നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും UK-യിലേക്ക് വന്നിരിക്കുന്ന കെയർമാരാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ റെസ്ട്രിക്ഷൻസാണ് ഇപ്പോഴവർ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ ഒരു കെയർമാരുടെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഡിപ്പെൻഡൻറ്റ് വിസ അവർ നിർത്തലാക്കി. എന്തായാലും പുതിയ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഭരണകക്ഷികളാണെന്നുണ്ടെങ്കിലും പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും അവരുടെ മാനിഫെസ്റ്റോ ഒക്കെ പുറത്ത് ഇറക്കി. ഈ ഒരു മാനിഫെസ്റ്റോ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന കുറേ കാര്യങ്ങളാണ് അതിനകത്തിൽ വന്നിരിക്കുന്നത്. UK-ലെ NHS ഇൻ്റർവ്യൂകൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പുതിയൊരു ഗവൺമെൻറ് വരുന്നത് ജൂലൈ മാസത്തോടുകൂടിയായിരിക്കും. മിക്കവാറും ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യമാണ് ഇപ്പോഴ് നിലനിൽക്കുന്നത്. നിങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ആണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചണ്ഡീഗഡിലും പഞ്ചാബിലും നോർത്ത് സ്റ്റേറ്റുകളിലൊന്നും പോയിട്ട് ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒന്നും നേടാനായിട്ട് പോകരുത്. അങ്ങനെയൊന്നും ഇനിയിപ്പോൾ UK-ലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പഠിച്ചു പാസ്സായി നിങ്ങൾ UK-ലേക്ക് വരിക. നിങ്ങൾക്ക് IELTS OET ഒക്കെ പാസ്സാകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താം. നമ്മളുടെ പേരൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കുട്ടികൾ +2 കഴിയുമ്പോഴേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വിടുക എന്നുള്ളതാണ്. വിദേശ രാജ്യത്തേക്ക് നമ്മളുടെ കുട്ടികൾ പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ പാസ്സാക്കുക എന്നുള്ളതാണ്. വർക്ക് എബ്രോഡ്, സ്റ്റഡി എബ്രോഡ്, മൈഗ്രേഷൻ എബ്രോഡ്, ഇവ ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടി ഗ്ലോബലി ഏകദേശം ഒരു 11,000 ഓർഗനൈസേഷൻസ് അക്സെപ്റ്റ് ചെയ്ത ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റാണ് IELTS എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആയിരക്കണക്കിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സസാണ് UK ഡൊമസ്റ്ററി കെയറിലും അതുപോലെ തന്നെ കെയർ ഹോമുകളിലും കെയർ അസിസ്റ്റായിട്ട് വന്ന് ജോലി ചെയ്തത്. ഇവരോട് നമ്മൾ ജനറലി ചോദിച്ചു കഴിയുമ്പോൾ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ 4-5 പ്രാവശ്യം IELTS അല്ലെങ്കിൽ OET ഇവരെ ട്രൈ ചെയ്തു. ഇതുവരെ അവർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ IELTS അല്ലെങ്കിൽ OET പെട്ടെന്ന് പാസ്സാകാനായിട്ട് എൻട്രി ആപ്പ് അവരുടെ IELTS OET ട്രെയിനിങ് പ്രോഗ്രാമുകൾ പുതിയതായിട്ട് ഒരു മൊബൈൽ ആപ്പിൽ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OET പാസ്സാക്കാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോഴത്തെ നാട്ടിൽ IELTS അല്ലെങ്കിൽ OET പാസ്സായിട്ട് മാത്രം നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലികൾക്കോ അല്ലെങ്കിൽ നേഴ്സായിട്ട് വരുന്ന ആൾക്കാരോ ഒക്കെ വന്നാൽ മതി. എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും തന്നെ മോക്ക് ടെസ്റ്റുകൾ അവർ കണ്ടിന്യൂസ്ലി അവർ നടത്തിക്കൊണ്ടിരിക്കും. ഇൻഡിവിജ്വൽ സെക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ നിങ്ങളെ ട്രെയിൻ ചെയ്ത് ഇവരെ കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇതൊരു മൊബൈൽ ആപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഫോൺ നമ്പറുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ IELTS അല്ലെങ്കിൽ OET ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഈ ഒരു എൻട്രിയുടെ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൽ മാത്രം ഈ ഒരു ലാസ്റ്റ് മാർച്ച് 31 അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്സ് പ്രകാരം ഏകദേശം 31,294 നേഴ്സസിൻ്റെ വേക്കൻസികളാണ് ഇംഗ്ലണ്ടിൽ മാത്രം ഉള്ളത്. അതായത് മിഡ്വൈഫ്സ്, ഹെൽത്ത് വിസിറ്റേഴ്സ്, ഈ ഒരു സ്റ്റാഫ് നേഴ്സ്, ഈ ഒരു 3 കാറ്റഗറി കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 32,000-ഓളം നേഴ്സസിൻ്റെ വേക്കൻസികളാണ് കറണ്ട് സിറ്റുവേഷനിൽ UK-യിലുള്ളത്. കഴിഞ്ഞ 2023 മാർച്ച് മാസം ഈ ഒരു സെയിം ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40,000-ൽ പരം വേക്കൻസികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലം ധാരാളം നേഴ്സസാണ് UK-ലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി ഇവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 10% ഒരു കുറവാണ് ഈ ഒരു വർഷം വന്നിരിക്കുന്നത്.
ഒരു 50-55,000-ഓളം നേഴ്സസ് വന്നപ്പോഴും ഇപ്പോഴും 31,294 നേഴ്സസിൻ്റെ വേക്കൻസികളാണ് UK നിലനിൽക്കുന്നത്. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അതിനിപ്പോൾ ലേബർ ഗവൺമെൻറ് ആയാലും ടോറി ഗവൺമെൻറ് ആയാലും അവർക്ക് NHSനെ അവർ മെച്ചപ്പെടുത്താതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മിക്കവാറും ലേബർ ഗവൺമെൻറ് ആയിരിക്കാം അടുത്തത് ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ. കാരണം ഇപ്പോഴത്തെ ടോറി ഗവൺമെൻറ്റിനേക്കാൾ ഏകദേശം ഒരു 20 പോയിൻറ്റ്സ് അവർ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു മാസക്കാലത്തിനുള്ളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ലേബർ ആയിരിക്കും ഇനി അടുത്ത ഭരണത്തിൽ വരാനുള്ള സാധ്യത. അപ്പോൾ ഇപ്പോൾ തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 1.4 ബില്യൺ പൗണ്ട് അവർ NHSന് വേണ്ടി ചിലവാക്കുമെന്നാണ്. ഇപ്പോഴിവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ബാക്ക്ലോഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7.54 മില്യൺ ട്രീറ്റ്മെൻറ്റ് ബാക്ക്ലോഗാണ് ഇപ്പോഴേ ഇവിടെ നിലനിൽക്കുന്നത്. ടോറി ഗവൺമെൻറ് അടുത്തൊരു 5 വർഷം കൂടി ഇവിടെ ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മില്യൺ ആകുമെന്നാണ് ഇപ്പോഴും ലേബർ പാർട്ടിയുടെ ലീഡേഴ്സ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഏകദേശം ഒരു 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ അവർ ഈവനിങ്ങിലും അതുപോലെ തന്നെ വീക്കെൻഡ്സിലുമൊക്കെ നടത്തുമെന്നുള്ള ഒരു പ്രസ്താവന കൂടി ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ആവശ്യം വരും. മാത്രമല്ല ഈ ഒരു ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും ഒക്കെ അവർ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഉദ്ദേശമില്ല. അതുപോലെ തന്നെ റെഡ് ലിസ്റ്റിലുള്ള കൺട്രികളിൽ നിന്ന് അവർ ഒരു കാരണവശാലും അവർ റിക്രൂട്ട് ചെയ്യത്തില്ല എന്നും അവരിപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നോർക്ക റൂട്ട്സിൻ്റെയൊക്കെ ത്രൂവിൽ ഇപ്പോഴും ഇവിടെ റിക്രൂട്ട്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൽ നിന്ന് നേഴ്സസിനെ UK അയക്കാൻ അവർ വില്ലിങ് ആണ്. ഇന്ത്യ ഗവൺമെൻറ്റും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും അടുത്ത റിക്രൂട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് വരുന്നത് നമ്മളുടെ ഇന്ത്യയിൽ നിന്നായിരിക്കും. നമ്മുടെ മലയാളികളായ നേഴ്സസിനെ സംബന്ധിച്ചുള്ള ഇപ്പോഴും പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതേപോലെയൊക്കെ തന്നെ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ട് UK വരിക. ഇപ്പോൾ ലേബർ ആണെന്നുണ്ടെങ്കിലും ടോറി ഗവൺമെൻറ് ആണെങ്കിലും ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് ഇൻ്റർനാഷണലി റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 31,000-ഓളം വേക്കൻസികളുള്ളത് അടുത്ത ഒരു വർഷത്തിലുള്ള അത് 50,000-ന് മുകളിൽ. അത് ഇംഗ്ലണ്ടിൽ മാത്രമാണ്, ഓൾ UK-ലല്ല. അപ്പോൾ അതൊരു 50,000-ന് മുകളിൽ കടക്കുന്ന ഇപ്പോൾ ഓൾ UK ഒക്കെ നോക്കുകയാണെങ്കിൽ 50,000-ന് മുകളിൽ വേക്കൻസികൾ ഇപ്പോൾ UK നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് നിലവിൽ വന്നാലും ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ കൊണ്ട് അവർ ഈ ഒരു ജോലികൾ ചെയ്യിപ്പിക്കണം. പക്ഷേങ്കിൽ നമുക്കറിയാം UK ഇത്ര ആൾക്കാരാണ് ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് പഠിച്ച് ഓരോ വർഷവും ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും അവർക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ടോറി ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവർ 40 ഹോസ്പിറ്റലുകൾ ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി അവർ 40 പുതിയ ഹോസ്പിറ്റലുകൾ ഇനിയിപ്പോൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ല. കാരണം അടുത്ത ഒരു 2030 വരെ ഏകദേശം ഒരു 40 ഹോസ്പിറ്റലുകൾ അവർ പുതുതായിട്ട് നിർമ്മിക്കും. അപ്പോൾ ഈ ഒരു 40 ഹോസ്പിറ്റലുകൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ധാരാളം ഇതേപോലെയുള്ള നേഴ്സസിൻ്റെ ആവശ്യം വരും. അപ്പോൾ അവർക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും പുതിയതായിട്ട് വരുന്ന ഗവൺമെൻറ് ഇനി ലേബർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിലും അവരുടെ മാനിഫെസ്റ്റോ അനുസരിച്ച് അവർക്ക് ധാരാളം നേഴ്സസിൻ്റെ ആവശ്യകതയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുകൾ പെട്ടെന്ന് തന്നെ അവർ പുനരാരംഭിക്കും. നമുക്കറിയാം ഒരു പുതിയ ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ അവർക്ക് പുതിയൊരു ബജറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം അവരൊരു തുക ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഇനിയിപ്പോൾ ലേബർ ഗവൺമെൻറ് ആണ് വരുന്നതെങ്കിൽ അവർ ഇതിനു വേണ്ടി 1.4 ബില്യൺ പൗണ്ടാണ് NHSന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് പോകുന്നത്. അവർ ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ബാക്ക്ലോഗുകൾ അവർ എല്ലാം തന്നെ അവസാനിപ്പിക്കും. അതേപോലെയൊക്കെ തന്നെ 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യാനോ ഒക്കെ മാസങ്ങളോളമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അത് അവർ അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. NHS ഹോസ്പിറ്റലുകളെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുമുള്ള ട്രസ്റ്റുകൾക്കൊന്നും തന്നെ അവർക്ക് ഫണ്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടിലെ തന്നെ മിക്കവാറുമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോഴും ഈ ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ കടുത്ത ക്ഷാമമാണ് അനുഭവിക്കുന്നത്. പക്ഷേങ്കിൽ അവർക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
നമുക്കിപ്പോഴീ ഒരു പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് ഫണ്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ ഏതൊരു ഗവൺമെൻറ് ആണ് ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിലും അവർ NHS ഹോസ്പിറ്റലുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ബാക്ക്ലോഗുകൾ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ പണിയുമെന്നുണ്ടെങ്കിൽ അത് പണിയാനായിട്ടാണെന്നുണ്ടെങ്കിലും അവർ എന്തുവായാലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ധാരാളം നേഴ്സസിൻ്റെ വേക്കൻസികൾ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ ഈ ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് പാസ്സായി UK വരിക. UK റിക്രൂട്ട്മെൻറ്റുകൾ ഉടൻ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.